ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നൊരു അവിൽ കൊണ്ടിട്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് നല്ല രീതിയിലൊന്ന് ക്ലിയർ ആവാനും ഗ്ലോ ആവാനും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന ആ ഒരു പാടുകളൊക്കെ മാറി സ്കിന്ന് നല്ല രീതിയിലൊന്ന് കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സ്കിന്നിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് അവിൽ. അപ്പോൾ അവിൽ വെച്ചിട്ടാണ് ഇന്നൊരു ഫേസ് പാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ, അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ അവിലാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് വളരെ നല്ലൊരു സംഭവം തന്നെയാണ് അവിൽ, പലർക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ഗ്ലോ ഉണ്ടാവാനും അതുപോലെ നല്ലൊരു ബ്രൈറ്റനിങ് ലൈറ്റനിങ് ഒക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അവിൽ. അപ്പോൾ അവിലിൻ്റെ കൂടെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നമ്മുടെ ചെറുനാരങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെയും ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചെറുനാരങ്ങ ഒരെണ്ണമൊന്നും വേണ്ട, അതിൻ്റെ ഹാഫ് മതിയാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഫേസിന് അനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് കയ്യിലും കൂടി അപ്ലൈ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് എടുക്കാം കേട്ടോ. കയ്യിലും കാലിലും ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇതനുസരിച്ച് എടുക്കാം കേട്ടോ. മഞ്ഞൾ നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ഈ ഒരു അവിലുണ്ടല്ലോ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് തേനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, റോസ് വാട്ടറൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ തൈര് എടുക്കുന്നുണ്ട്, നല്ല കട്ട തൈരാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു നാരങ്ങ ഉണ്ടല്ലോ, ഹാഫ് നാരങ്ങയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കയ്യിൽ കൊണ്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടറൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ ഫേസ് നല്ല ക്ലിയർ ആക്കി ഞാൻ ഫേസ് വാഷൊക്കെ ഇട്ട് വാഷ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതുപോലെ നിങ്ങളെപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഫേസൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. വേറെ ഒന്നും പാടില്ല, ഫേസിൽ നല്ല ക്ലീൻ ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കടലപ്പൊടി ഇട്ട് കഴുകുന്നവരാണെങ്കിൽ അത് വളരെ നല്ലതാണ്, കാരണം നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ ഫേസ് വാഷ് ഇല്ലാതെ നമുക്ക് കടലമാവ് ഇട്ട് കഴുകി നല്ല രീതിയിലൊന്ന് മുഖമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കൈ വെച്ചിട്ടാണ് കേട്ടോ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേസിൽ അതിങ്ങനെ ഇതായിട്ട് വരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇതാണ് ഇഷ്ടം, നല്ല രസമായിട്ട് ഒരു പേസ്റ്റ് പോലെ. നമ്മുടെ സാധാരണ ഒരു ഫേസ് പാക്കൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലല്ലോ. അപ്പോൾ അങ്ങനെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ല കട്ടിയായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പം നമ്മളിത് തേച്ച് കൊടുക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കണ്ണിൻ്റെ അവിടെയൊന്നും നമ്മൾ ആവരുത്. കാരണം കണ്ണിൻ്റെ അവിടെ ഏരിയയൊക്കെ നമ്മൾ വളരെ നേർത്ത സംഭവമാണ്. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി നമ്മൾ തേച്ച് കൊടുക്കണ്ട. അതുപോലെ നമ്മൾ പുരുകത്തിൻ്റെ അവിടെയും നമുക്ക് കുറച്ച് ഒന്ന് മാറ്റി അങ്ങോട്ട് നീക്കി വെക്കാം. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിത് കുറച്ച് നേരം നമുക്കിത് വെയിറ്റ് ചെയ്തേക്കാം, ഒരു അരമണിക്കൂറല്ല, ഇത് ഉണങ്ങുന്ന വരെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ ഉണങ്ങാൻ ഇച്ചിരി ഈ അവിലും ഇതൊക്കെ ആകുമ്പോൾ കുറച്ച് ഉണങ്ങാൻ ഇത്തിരി സമയം എടുക്കും. അപ്പം നമ്മുടെ ഫേസിലൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലിയർ ആവാനും നല്ല സ്കിന്ന് നല്ല രീതിയിലൊന്ന് ഫ്രഷ് ആവാനൊക്കെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് മതി കേട്ടോ. ഇത് ആഴ്ചയിൽ നിങ്ങൾ ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് 1-2 ഒക്കെ നമുക്കിത് യൂസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കിന്നിന് വേറെ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, നല്ല നമ്മളിത് ഇടുമ്പോൾ എൻ്റെ ഇത്തിരി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ കുറച്ച് മാറ്റുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നല്ല ഇതായിട്ടിരിക്കും. അപ്പോൾ നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു ഗ്ലോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ആർക്കും ചെറിയ രീതിയിൽ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഇത് നമ്മൾ 1 വെച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കൂടുതൽ നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു പ്രാവശ്യം ചെയ്താൽ ഒരിക്കലും നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായിട്ട് തേച്ചുകൊണ്ട് തന്നെ ഫേസ് ഇങ്ങനെ അടന്നിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുഖമൊക്കെ ഒന്ന് നല്ല കഴുകി ക്ലീൻ ആക്കിയിട്ട് ഫേസ് ഒന്ന് നമ്മൾ ടവൽ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പം പതുക്കെ തുടച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും. അപ്പോൾ അതിന് ശേഷം ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു. നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഗ്ലോ ആവാനൊക്കെ
ഈ ഒരു ഫേസ് പാക്ക് സൂപ്പറാണ്. നമ്മുടെ വീട്ടിൽ മിക്കവരുടെ വീടുകളിൽ ഉണ്ടാവുന്നൊരു സംഭവം തന്നെയാണ് അവിലല്ലേ. അപ്പോൾ അവിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചിലർക്ക് മഞ്ഞൾ അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഉറപ്പായിട്ട് നിങ്ങൾ മഞ്ഞൾ സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ മെൻസിനൊക്കെ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ മഞ്ഞൾ വേണ്ട കേട്ടോ. അപ്പോൾ ഇത്രയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തേനോ അല്ലെങ്കിൽ റോസ് വാട്ടറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളിത് ഒരു തവണയല്ല കുറച്ച് അധികം നമ്മളിത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. എന്തായാലും 100% നല്ല റിസൾട്ട് ഉള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ വേറെ ഒരു തരത്തിലുള്ള ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനിലാക്കി ഇടുക. അപ്പോൾ ഞാനിടുന്ന ഫ്യൂച്ചർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ബൈ.